السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم اللهم صل على سيدنا محمد وعلى آل سيدنا محمد. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കെല്ലാവർക്കും അറിയാം, ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിസ്കാരം. 5 നേരത്തെ ഫർള് നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ നിന്നൊരു മുഅ്മിനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. ഒരിക്കലും അത് ഖളാ ആയി പോകുന്ന ഒരു പ്രവണത നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിച്ചു, നബിയെ, ഏറ്റവും അഫ്ളലായ ഏറ്റവും ശ്രേഷ്ഠമായ സൽക്കർമ്മം ഏതാണ്? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് നൽകിയ മറുപടി, നീ സമയത്തിൻ്റെ ആദ്യം തന്നെ നിസ്കരിക്കുക. ളുഹർ ബാങ്ക്, പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ ഉടനെ തന്നെ നീ നിസ്കരിക്കുക. അതിനേക്കാളും ശ്രേഷ്ഠതയുള്ള മറ്റൊരു ഇബാദത്തില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ മറുപടി. ഇത്രയും ഗൗരവമേറിയ ഒരു വിഷയമാണ് നിസ്കാരം. നമ്മുടെ വീടുകളിലൊക്കെ പലപ്പോഴും സഹോദരിമാരാണ് ഈ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ കുറച്ച് പിറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം സഹോദരിമാരെ ഞാൻ കുറ്റപ്പെടുത്തുകയില്ല, എന്നാൽ ഇതേ പ്രശ്നം നമ്മുടെ ചെറുപ്പക്കാരായ യുവാക്കളിലുമുണ്ട്. കൂടുതലും കണ്ടുവരുന്നത് സ്ത്രീകളാണ് ഇത്തരം ഈ ഒരു പ്രവണത കണ്ടുവരുന്നത്. അഥവാ വീട്ടിലെ എല്ലാ ജോലികളും തീർന്നതിന് ശേഷം ളുഹർ ബാങ്ക് 12:30 ബാങ്ക് വിളിച്ചാൽ അസർ ബാങ്ക് കൊടുക്കാൻ 3:30 അല്ലെങ്കിൽ 3:40 വരെ സമയമുണ്ടല്ലോ എന്ന് കരുതി വീട്ടിലെ എല്ലാ പണികളും തീർന്നതിന് ശേഷം ളുഹർ നിസ്കരിക്കും. അതെപ്പോഴാണ്? അസർ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ 10 മിനിറ്റ് മുമ്പ്. എന്നിട്ട് അവർ വേഗം ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് അവരിങ്ങനെ നിൽക്കുകയാണ്, അസർ ബാങ്ക് കൊടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നൊരവസ്ഥ. എന്നിട്ട് അസർ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അസർ നിസ്കരിക്കുന്നു. വളരെ വലിയ ഗൗരവമുള്ളൊരു വിഷയമാണ് സഹോദരിമാരെ. ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. മിക്ക വീടുകളിലും കണ്ടുവരുന്ന നമ്മുടെ സഹോദരിമാർ ചെയ്തു വരുന്ന ഒരു പ്രവണതയാണ്. നമുക്കറിയാം, അള്ളാഹുവിന് നമ്മൾ കൊടുക്കേണ്ട, അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് നിസ്കാരം. ആ നിസ്കാരം ഒരിക്കലും വീട്ടിലെ പണികൾ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും തിരക്കുകളുണ്ട് എന്ന് കരുതിയിട്ട് ഒരിക്കലും നമ്മൾ നിസ്കാരം പിന്തിക്കാൻ പാടില്ല. 12:30 ബാങ്ക്, ളുഹർ ബാങ്ക് വിളിച്ചാൽ 3:30 വരെ നമുക്ക് സമയമുണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ സമയത്തെ ഒരു കാരണവുമില്ലാത്ത കാര്യത്തിന് വേണ്ടി നമ്മൾ നിസ്കാരത്തെ പിന്തിക്കുക എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഒരു ദിവസമോ 2 ദിവസമോ അല്ല, സ്ത്രീകൾ നിരന്തരമായിട്ട് ഇതാണ് ചെയ്യുന്നത്. അവരുടെ ഭർത്താക്കന്മാരുടെ വീട്ടിലായിരുന്നാൽ അവിടുത്തെ ജോലി കഴിയട്ടെ എന്ന്. ജോലിയാണോ നമുക്ക് വലുത്? നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കണം. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ നിസ്കരിക്കുക. ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള ജോലിയൊക്കെ മതി നമുക്ക്. അത് അമ്മായിമ്മ എന്ത് കരുതും, അമ്മായപ്പൻ എന്ത് കരുതും എന്ന് കരുതിക്കൊണ്ട്, മറ്റുള്ളവരെ അവരെന്ത് കരുതും, അവരെന്ത് വിചാരിക്കും എന്ന് കരുതിക്കൊണ്ട് നിസ്കാരത്തിന് നമ്മൾ പിന്തിക്കാൻ പാടില്ല. ബാങ്ക് കൊടുത്താൽ ഉടനെ നിസ്കരിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം മതി വീട്ടിലെ അടിച്ചുമാറലും തുടക്കലും ഭക്ഷണം ഉണ്ടാക്കലും ഭക്ഷണം വിളമ്പി കൊടുക്കലും ഒക്കെ അതിന് ശേഷം. അപ്പോൾ അവർ പറയുന്ന മറുപടി, ഞങ്ങൾ ഈ വീട്ടിൽ ജോലിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ശരീരത്തിൽ വിയർപ്പായിരിക്കും. വിയർപ്പുള്ളത് കൊണ്ട് ഒരിക്കലും നിസ്കാരത്തിന് അതൊരു ബുദ്ധിമുട്ടായി വരുന്നില്ല. വിയർപ്പ് എന്നുള്ളത് നജസിൻ്റെ ഗണത്തിൽ പെടുന്നതല്ല. ഇനി വല്ലാതെ വയർത്തുകൊണ്ട് നിസ്കരിക്കാൻ മടിയുള്ള സ്ത്രീകളാണെങ്കിൽ ളുഹർ ബാങ്ക് വിളിച്ചാൽ ഉടനെ മേലുകൂടെ ഒന്ന് വെള്ളം പാർന്നുകൊണ്ട്, വെള്ളം മേലുകൂടെ ഒഴിച്ചുകൊണ്ട് ഒന്ന് കഴുകി തുടച്ച് വേഗം നിസ്കരിക്കുക. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ബാക്കിയുള്ള ജോലികൾ ചെയ്യുക. ഒരിക്കലും നിസ്കാരം ഒരു കാരണവുമില്ലാതെ പിന്തിക്കാൻ പാടില്ല. നിസ്കാരത്തിന് പിന്തിക്കാനുള്ള കാരണമായിട്ട് പറയുന്നത് തന്നെ 2 കാരണങ്ങളാണ്. അത് ഒന്ന് മറവി, മറ്റൊന്ന് ഉറക്കം. ഈ 2 കാരണങ്ങൾ മാത്രമാണ് നിസ്കാരം പിന്തിക്കാനുള്ള കാരണമായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാരുടെ കിതാബുകൾ രേഖപ്പെടുത്തുന്നത്. അല്ലാതെ വീട്ടിലെ ജോലികളുണ്ട് എന്ന് വെച്ചിട്ട് നമ്മളൊരിക്കലും നിസ്കാരം പിന്തിക്കുക എന്നുള്ളത് ഒരു കാരണവശാലും നമുക്കത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഈ വിഷയം ഓരോ സ്ത്രീകളും ഓരോ പുരുഷന്മാരും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബാങ്ക് കൊടുത്ത് ഉടനെ നിസ്കരിക്കുക എന്നതാണ് ഏറ്റവും അഫ്ളലായ കാര്യം. ഈ ഒരു രൂപത്തിൽ നമ്മുടെ നിസ്കാരങ്ങളൊക്കെ നിലനിർത്തി പോരാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. മരണം വരെ
നിസ്കാരം അതിൻ്റെ കൃത്യസമയത്ത് തന്നെ നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാരണവശാലും നിസ്കാരം ഖളാ ആയി പോകുന്ന ഒരു പ്രവണതയും നമ്മുടെ ഭാഗത്ത് നിന്ന് ഇല്ലാതിരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.